ഇന്നിപ്പോൾ നമുക്ക് 2-3 കൂട്ടം കറികളൊക്കെ ഉണ്ട്. കറിയല്ല, കറി ഉപ്പേരി. അപ്പോൾ ഒന്ന് മുരിങ്ങടലയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉള്ളി, തേങ്ങ, മുളകൊക്കെ ചേർത്ത് ഉപ്പ് ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചട്ടിയിലിട്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആവണതില്ല. ഇലയുടെ അവിടെ ഇവിടെയൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഉപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അത് ഇല ഉടയ്ക്കരുത്, നമ്മൾ മെല്ലെ സോഫ്റ്റായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച്, അപ്പോൾ ചട്ടിയിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതിന് വെയിറ്റ് ചെയ്യണത്. എണ്ണ ഒഴിച്ചാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ വെള്ളം വറ്റി എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുരിങ്ങടല ഇടുക. എണ്ണ നന്നായിട്ട് ചൂടാവാത്തതുകൊണ്ടാണ് കടുക് പൊട്ടാത്തത്. എണ്ണ ചൂടാവുന്നതിന് മുമ്പ് ഞാൻ കടുകിട്ടു, അതാണ്. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങയും ഇലയൊക്കെ കൂടിയിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചധികം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഇല കുറവാണെങ്കിൽ പരിപ്പിട്ടിട്ട് കറി വെക്കുക ചെയ്യുക. അതാണ് ഒന്നുകൂടെ എനിക്കിഷ്ടം. നല്ല ടേസ്റ്റാണ്. ഇത് ടേസ്റ്റ് കുറവൊന്നുമില്ല, എങ്കിലും പല കൂടുതലുള്ളതുകൊണ്ടാണ് ഉപ്പേരി വെച്ചത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം തുറന്ന് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഇല വാടി കിട്ടും. മൂടി വെച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇലയൊക്കെ കട്ട പിടിച്ച് കിടക്കും, ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ റെഡിയാവും. ഇനിയിപ്പോൾ നമ്മൾ വെക്കണത് മീൻ കറിയാണ്. അതിലേക്കുള്ള തേങ്ങ ചിരകി അരച്ച് ചേർത്ത് ഉള്ളിയും മുളകൊക്കെ വാട്ടിയിട്ടാണ് അരപ്പൊക്കെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ തന്നെ മാങ്ങ ഉണ്ടായിരുന്നു, നല്ല പുളിയുള്ള മാങ്ങ. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ പുളിക്ക് പകരം മാങ്ങ ചേർത്തു. അപ്പോൾ അരപ്പ് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴുകിയ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അരപ്പിലേക്ക്. അത് നന്നായി തിളച്ച് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഓമക്കായ ഉപ്പേരിയാണ്. അധികം മൂപ്പില്ലാത്ത ഓമക്കായാണ്. ഒരു സിമ്പിളായിട്ടുള്ള ഉപ്പേരി. കടുക് വെച്ചിട്ട് ചെറിയുള്ളി, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കഷ്ണമിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തട്ടി മൂടി വെക്കുക. അത്ര വളരെ സിമ്പിളാണ്. പിന്നെ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നമ്മൾ വെന്തോന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം വെന്തുണ്ട്, ഒന്നുകൂടെ ഒന്ന് സെറ്റാൻ മതി. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഞാനിത് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതല്ല. ചെറിയൊരു സാങ്കേതിക പിഴ ഉണ്ടായി. അങ്ങനെ കറികളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും കറികളും ഒക്കെ കൂട്ടി കുശാലായിട്ട്